ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 49-ാം തിരുവചനം. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാക്കിന് സൗഖ്യം നൽകാൻ ശക്തിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളും ഓർക്കേണ്ടത്, കർത്താവ് നമുക്ക് സംസാരിക്കുവാൻ കൃപ തന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ വാക്കുകളിലൂടെ അനേകർ സൗഖ്യം പ്രാപിക്കണം. പലപ്പോഴും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവ് നൽകുന്ന വാക്കുകളായി മാറാറുണ്ട്. എന്നാൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ വാക്കുകൾക്ക് സൗഖ്യം നൽകാനുള്ള ശക്തി തമ്പുരാൻ നൽകിയിട്ടുണ്ട്. അത് സൗഖ്യം നൽകുവാൻ നമുക്ക് പ്രയോജനപ്പെടുത്താം. മറ്റുള്ളവരെ സൗഖ്യത്തിൻ്റെ തീർത്ഥങ്ങളിലേക്ക് നയിക്കാൻ നമ്മുടെ നാവിന് ശക്തി ലഭിക്കട്ടെ. ഈശോ സഹായിക്കട്ടെ.